ഹലോ നമസ്കാരം ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാളായി നമ്മളിങ്ങനെ കുറേ എന്ത് ചെയ്യുക വിഷമകരമായ കാര്യങ്ങളും പ്രശ്നങ്ങളും അടി വിടി വഴക്കൊക്കെ ആയിട്ടുള്ള വീഡിയോസാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ എനിക്ക് വിഷമമുണ്ട്, നിങ്ങൾക്ക് അങ്ങനത്തെ വീഡിയോസൊക്കെ ഇട്ടിരുന്നതിൽ വളരെ വിഷമമുണ്ട്. പക്ഷേ സാഹചര്യങ്ങളിൽ ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല, മറച്ചു വയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതൊക്കെ വേണം, അതുകൊണ്ട് അറിയണം, ആളുകൾ അറിയാൻ വേണ്ടി തന്നെ ഇട്ടിരിക്കുന്നതാണ്. ഞാനൊരു പെണ്ണാണ്, കാരണം ഞാൻ ഒരുപാട് നരകയാതന അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു 17 വയസ്സ് തൊട്ട് ഞാൻ എന്ത് ചെയ്യുന്നു നരകയാതന അനുഭവിക്കാൻ തുടങ്ങിയതാണ്. ആ വീഡിയോസിൽ കാണുന്ന ആളുകളൊക്കെ തന്നെയാണ് എന്നെ ദ്രോഹിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ അന്നേരം അഭിമാനം നോക്കിയിട്ടൊന്നും മിണ്ടിയിട്ടില്ല. ഇനി എന്ത് ചെയ്യണം, ഇനി അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. കാരണം സത്യസന്ധത എന്നാണേലും വെളിയിലോട്ട് എന്ത് ചെയ്യണം, വരണം. അവരുടെ കപട നാടകം പൊളിയുകയും ചെയ്യണം. മനസ്സിലായി? അതിനാണ് വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഇന്ന് കുറച്ച് അടിപൊളിയായിട്ടുള്ള കുറച്ച് വീഡിയോസ് ഉണ്ട്. അപ്പം വയനാട്ടുകാരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടുകാരൊക്കെ വീഡിയോ കാണുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി പറയുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് മെയ് മാസമായിരുന്നു, മെയ് ദിനമായിരുന്നു. എല്ലാവർക്കും എൻ്റെ നാട്ടുകാരായിട്ട് എന്നെ സ്നേഹിച്ച് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നല്ലത് വരട്ടെ. എന്നെ നിങ്ങൾ സ്നേഹിച്ചില്ലെങ്കിലും എന്നെ നിങ്ങളാരും വെറുക്കരുത്. അപ്പോൾ ഇന്ന് നല്ലൊരു വീഡിയോയിലായിട്ടാണ് പോകുന്നത്. ഇന്ന് എൻ്റെ കുറച്ച് കുക്കിംഗ് വീഡിയോസാണ് എന്ത് ചെയ്യുന്നത്. ഞാനിതിൻ്റെ മുൻ വീഡിയോയിലൊക്കെ ഡേ ഇൻ മൈ ലൈഫ് അങ്ങനത്തെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. എൻ്റെ മുൻ വീഡിയോ ആദ്യത്തുള്ള വീഡിയോകളൊക്കെ നോക്കി കാണാം. ഡേ ഇൻ മൈ ലൈഫൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ നൈറ്റാണ്, ഞങ്ങളുടെ ഫുഡ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോസ് ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. നല്ല എന്ന് വെച്ചാൽ വയനാട്ടുകാർക്ക് അത് വെറൈറ്റി ആണെന്ന് എനിക്ക് തോന്നി. വയനാട്ടുകാർ അത് ഉണ്ടാക്കുന്ന ഡിഷസ് ആണോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ ഇവിടെയുള്ള പ്രത്യേകത, ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ താമസിക്കുന്ന നാട്ടിൻ പുറത്ത് ഉള്ള ആളുകളൊക്കെ ഉണ്ടാക്കുന്ന ഭക്ഷണ രീതിയാണ് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നത്. അതായത് ഏകദേശം ഞാൻ എൻ്റെ നാട്ടിൽ നിന്നൊക്കെ വിട്ട് വരാൻ തുടങ്ങിയിട്ട് ഏകദേശം എനിക്ക് 17 വയസ്സുള്ളപ്പോൾ തൊട്ട് വിട്ടു വന്നു. അപ്പോൾ പല സ്ഥലങ്ങളിലുള്ള ജീവിതാനുഭവങ്ങളും പല ഭക്ഷണ രീതികളെക്കുറിച്ചൊക്കെ എനിക്കറിയാം. ഞാൻ ഉണ്ടാക്കുന്ന ഞാനും എൻ്റെ ഹസ്ബൻഡും കണ്ണനും കൂടെ ജീവിക്കുമ്പം ഞങ്ങൾ ഉണ്ടാക്കുന്നതായ കുറേ നാടൻ ഭക്ഷണ വിഭവങ്ങളുണ്ട്, ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട കറികൾ. അപ്പോൾ അതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. മെഴുക്ക് പറ്റിയാണ്. ഇതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീറ്റ്റൂട്ട് ഉണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്, വെണ്ടയ്ക്കയുണ്ട്, ഇത് വാഴയ്ക്ക, അങ്ങനെ എല്ലാ ഐറ്റംസും കൂടെ വെച്ചിരിക്കുന്ന ഒരു മെഴുക്ക് പറ്റിയാണ്. വളരെ നല്ലതാണ്. വേറെ ഒരു കറിയും വേണ്ട, ഇത് മാത്രം ഉണ്ടെങ്കിൽ ചോറിൽ കൂട്ടി ഇളക്കി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മെഴുക്ക് പറ്റിയാണിത്. അപ്പം ഇത് രാവിലെ ചോറ് കൊടുത്തു വിടുന്നതുകൊണ്ട് തലേ ദിവസം എനിക്ക് എളുപ്പത്തിന് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി എന്ത് ചെയ്യും, വെക്കും. ഇത് മെഴുക്കുവരട്ടിയാണ്. അതായത് ബീറ്റ്റൂട്ട് മെഴുക്കുവരട്ടിയൊക്കെ വയ്ക്കുക ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതായത് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ്, വെണ്ടയ്ക്ക, വാഴയ്ക്ക, ബീറ്റ്റൂട്ട്, സവോള, ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ മെഴുക്കുവരട്ടി ഞാൻ ഉണ്ടാക്കി. വളരെ ടേസ്റ്റിയാണ്. ചോറൊക്കെ പൊതി കെട്ടാനൊക്കെ വളരെ നല്ല ഒരു ഡിഷാണ് ഈ മെഴുക്കുവരട്ടി. ഉപ്പ് ഇട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഉണ്ട്, പിന്നെ വെളിച്ചെണ്ണയിലാണ്, വെള്ളമൊന്നും ചേർത്തിട്ടില്ല, വെളിച്ചെണ്ണയിലാണ് ഇത് വാട്ടി എന്ത് ചെയ്യുന്നത് എടുക്കുന്നത്. അപ്പം ചോറ് ഇളക്കി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഇതും അച്ചാറൊന്നും വേണ്ട, ഇത് മാത്രം ഉണ്ടെങ്കിൽ ഞാൻ ചോറ് ഇളക്കി എന്ത് ചെയ്യും, ഞാൻ കഴിക്കും. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ കാണിച്ചു തരാം. അറിയാമോ, ഇതാണ് ഇവിടുത്തെ ഒരു മാമ്പഴ പുളിശ്ശേരി എന്ന് പറയും. അതായത് വയനാട്ടിലൊക്കെ ഇത് വെക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇവിടുത്തെ നാട്ടിൻ പ്രദേശങ്ങളിൽ ഞങ്ങളുടെ അമ്പലത്തിൽ പോകുന്ന ആളുകളൊക്കെ വെക്കുന്ന മാമ്പഴക്കാലമായാൽ വെക്കുന്ന ഒരു ഡിഷാണ് മാമ്പഴ പുളിശ്ശേരി. അപ്പോൾ ഇത് ചന്ദ്രക്കാരൻ എന്ന് പറയുന്ന മാങ്ങയാണ്. അതായത് വയനാട്ടിലേക്കൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നാട്ടുമാങ്ങ. ഇവിടെ പറയുന്ന ചന്ദ്രക്കാരനാണ്. നല്ല മധുരമുണ്ട്. അപ്പം എനിക്ക് ഇത് എന്ത് ചെയ്യുന്ന ഒരാൾ കുറേ മാങ്ങ എന്ത് ചെയ്ത് കൊണ്ടു തന്നു. അപ്പം ഞാൻ കുറച്ച് നല്ലോണം കഴിച്ചു. ബാക്കി എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവർക്കും കൊടുത്തു. ഇനി ഞാൻ എന്ത് ചെയ്യണം, എനിക്കൊരു മാമ്പഴ പുളിശ്ശേരി എന്തായാലും ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇതിന് വേണ്ടുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ ഇത് മാമ്പഴമാണ്, പച്ചമുളക് ഇട്ടു, മഞ്ഞൾപ്പൊടി, അത്രയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. കുറച്ച് എന്ത് ചെയ്യുക, ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പാണ്, കുറച്ച് ഉപ്പിട്ടു. ഇതിൻ്റെ കൂടെ മധുരം ഇടും. ഞാൻ
മധുരം എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. ഞാൻ മധുരം ഇടാതെയാണ് വെക്കുന്നത്. സാധാരണ ആളുകളെല്ലാം ശർക്കര ഒരു ചെറിയ പീസ് ഇതിൻ്റെ കൂടെ ഇടാറുണ്ട്. ഞാനിപ്പോൾ എനിക്ക് മധുരം കൂടെ കൂട്ടി വെക്കുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് മധുരം ഇടാതെയാണ് ഉണ്ടാക്കണത്. ഉണ്ടായിരുന്നു, കുറച്ച് ഞാൻ കഴിച്ചു, വേറെ ആൾക്കാർക്ക് കൊടുത്തു. ഞാൻ മാങ്ങയാണ്, ഇതും കുറേ ഉണ്ടായിരുന്നു. ഇവിടെ ഞങ്ങൾക്ക് മാങ്ങയുടെ സീസൺ ആയി കഴിഞ്ഞാൽ മാങ്ങയ്ക്ക് ബുദ്ധിമുട്ടില്ല, ഇഷ്ടം പോലെ മാങ്ങ കിട്ടും. പിന്നെ ഇതാണ്, കാരണം മഴക്കാലം പിടിക്കുമ്പോൾ കറിയൊക്കെ വെക്കാൻ വേണ്ടി ഞാൻ ഉപ്പിലിട്ട മാങ്ങയാണത്. ഇത് ഞാൻ ഇങ്ങനെ കണ്ടുപിടിച്ചാണ്. അതായത് പപ്പയുടെ അമ്മയൊക്കെ എന്ന് പറഞ്ഞാൽ മാങ്ങയുടെ സീസൺ ആകുമ്പോൾ ഉപ്പുമാങ്ങ ഇട്ട് വെക്കും. അപ്പം അതെന്ന് പറഞ്ഞാൽ ഭരണിയിലാണ് വെള്ളം തിളപ്പിച്ചാറിച്ച് അതിനകത്ത് ഉപ്പ് കല്ലൊക്കെ ഇട്ട് ചോറ് ഞാൻ തിളപ്പിച്ചിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. കാരണം നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ ഒന്ന് അടച്ചു വെച്ചിട്ടാണ് പിന്നെ വേവിക്കുന്നത്. നമുക്ക് ഗ്യാസൊക്കെ കുറവാണ്, അപ്പോൾ ഗ്യാസൊക്കെ ലാഭിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെയാണ് എന്ത് ചെയ്യാറ്. എൻ്റെ കുഞ്ഞടുക്കളയാണ്, കൊച്ചൊരു അടുക്കളയാണ് എൻ്റെ. കാണിച്ചു കൊടുക്കും നേരിയില്ലെങ്കിൽ. പിന്നെ ഇതൊക്കെ നമുക്കിപ്പോൾ വാടക വീട്ടിൽ ഇത്രയും സാധനങ്ങളൊക്കെ മതി. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉള്ള പല ടിന്നുകളൊക്കെ വെച്ചിരിക്കുന്നത്. എനിക്ക് അറിയാം നല്ലോണം ഓർഡർ ചെയ്തൊക്കെ വെക്കാൻ. വാടക വീട്ടിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെ എനിക്ക് ധാരാളമാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെ വാരിക്കെട്ടി അഴുക്കാന്നല്ലേ. അപ്പോൾ നമുക്കിനി ദൈവത്തിൻ്റെ വിധിയിൽ എനിക്ക് വീട് ഉണ്ടാവുമെങ്കിൽ അന്നേരം എന്ത് ചെയ്യാം, അത് ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഞാൻ എല്ലാത്തിലും അഡ്ജസ്റ്റ് ആയിരിക്കുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം എന്ത് ചെയ്യാം, ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടെ ഒഴിക്കും, കാരണം ഇതെന്ത് ചെയ്യണം, ഒന്ന് വേവണം മാങ്ങ. അപ്പോൾ നമുക്ക് വേവാൻ ആവശ്യമുള്ള വെള്ളം എന്ത് ചെയ്യാം, ഒഴിച്ചു കൊടുക്കാം, മതി. ഇനി അതൊന്ന് ഇളക്കി കൊടുക്കണം. വീട്ടുകാർക്കൊന്നും ഇത് അറിയത്തില്ലെങ്കിൽ ഈ സംഭവം വളരെ ടേസ്റ്റിയാണ്. ഇതിരുന്ന് പഴകണം. പക്ഷേ ഈ മാങ്ങയും ഈ ചോറിൻ്റെ കൂടെ ഈ മാങ്ങ എടുത്തിട്ട് ഇങ്ങനെ എന്ത് ചെയ്യണം, കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതൊന്ന് കിടന്ന് വേവട്ടെ. വേറെ ഒന്നും വേണ്ട, മാങ്ങ വയ്ക്കുക, പച്ചമുളക് ഇടുക, ഉപ്പിടുക, മഞ്ഞളിടുക. ഇനി നല്ലോണം ഇത് തിളച്ച് കഴിയുമ്പോൾ ബാക്കി ഞാനിവിടെ അരച്ച് വെച്ചിട്ടുണ്ട്, അത് അതിലോട്ട് ഞാൻ ആഡ് ചെയ്യും. ഇത്ര മതിയാണോ ഉപ്പ് നോക്കി, ഇത്തിരി കൂടെ. ശരിക്കുള്ള മാങ്ങ നല്ലോണം എന്ത് ചെയ്തിട്ടുണ്ട്, തിളച്ചിട്ടുണ്ട്, നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, അരപ്പിട്ട് കൊടുക്കുക. അരച്ച് വെച്ചിട്ടുള്ള അരപ്പ്. ഇത് ഞാൻ വെറും തേങ്ങ മാത്രം അരച്ചിട്ടേ ഉള്ളൂ കേട്ടോ, തേങ്ങ മാത്രം അരച്ചിട്ടേ ഉള്ളൂ, ഒരൊന്നും ഇതിൽ ചേർത്തിട്ടില്ല. നല്ലോണം ഒന്ന് തേങ്ങയും ആ മാങ്ങയും കൂടെ നല്ലോണം ഒന്ന് പിടിക്കട്ടെ. കുറച്ച് അരപ്പ് വെള്ളം കൂടെ ചേർക്കട്ടെ. ഞാൻ അരപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒഴിച്ചിട്ടുണ്ട്. എനിക്ക് ഇതൊക്കെ ഞാൻ തനിയെ പഠിച്ചതാണ്, എന്നെ ആരും ഒരു പഠിപ്പിച്ചിട്ടില്ല. തന്നെ ഞാൻ പണ്ടൊക്കെ ചെറുതായിരിക്കും ഇങ്ങനെ പരീക്ഷിക്കുമായിരുന്നു കേട്ടോ, ഇങ്ങനെ ഓരോന്നും. അപ്പം ഞാൻ ഈ നാട്ടിൻ പുറത്തൊക്കെ വന്നപ്പോഴാണ് ഇങ്ങനത്തെ കറിയൊക്കെ വെച്ച് പഠിക്കുന്നത്. പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ മാങ്ങ കൂട്ടി ചോറ് കഴിക്കുക. മാങ്ങ ചോറിലൊഴിച്ചിട്ട് ആ മാങ്ങ അങ്ങോട്ട് പിഴിഞ്ഞ് അതിൽ നിന്ന് എടുത്ത് ഈ മാങ്ങ കഴിക്കണം, അപ്പോഴാണ് അതിൻ്റെ സ്വാദ്. അപ്പം വയനാട്ടുകാർക്കൊക്കെ, പ്രത്യേകിച്ച് എൻ്റെ നാട്ടുകാർക്കൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ നാട്ടുമാങ്ങ ഉണ്ടെങ്കിൽ ഇതുപോലെ കറി വെച്ചാൽ നല്ല അടിപൊളിയായിരിക്കും. ഇനി നമുക്കിതിൻ്റെ കൂടെ കുറച്ച് തൈരും കൂടെ എന്ത് ചെയ്യാം, ഒഴിച്ചു കൊടുക്കാൻ. പുളിയുണ്ട്, എന്നാലും ഞാനിത് കുറച്ചൊന്ന് ഒഴിച്ചു നോക്കട്ടെ. ഇനി ഒന്നും വേണ്ടല്ലോ. ഓക്കെ, നല്ലോണം ഇളക്കി കൊടുക്കുക. പ്രത്യേകിച്ച് ഞങ്ങൾ വിഷുവിന്, ഓണത്തിന്, പിന്നെ ഞങ്ങളുടെ ആരെങ്കിലും ബർത്ത്ഡേ ഉണ്ടെങ്കിൽ അങ്ങനെ പ്രത്യേക വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോഴാണ് ഞങ്ങൾ മോര് കറി, സാമ്പാർ, അങ്ങനെ 2-3 ഐറ്റംസ് കറിയൊക്കെ വയ്ക്കുന്നത് അങ്ങനെയാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ഒരു 2 കറിയൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും, അഡ്ജസ്റ്റ് ചെയ്യും. എപ്പോഴും അങ്ങനെ ഒത്തിരി കറികളൊന്നും ഇവിടെ ഉണ്ടാക്കാറില്ല. പച്ചക്കറി കടയിലൊക്കെ ഭയങ്കര വിലയാണ്, ഭയങ്കര തീ പിടിച്ച എല്ലാ സാധനവും ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങുന്നുണ്ട്. ഞങ്ങൾ അങ്ങനെ കുറച്ച് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, സാധനം മേടിയിലൊക്കെ കുറച്ച് മേടിക്കാം.
ആയിട്ടുണ്ട് കറി. നമുക്കിത് എന്ത് ചെയ്യാം, വാങ്ങി വെക്കാം. മറിക്കേക്കണം. അപ്പോൾ പുളിയും തൈരും എല്ലാം കൂടെ മിക്സ് ആവും. കഴുകി വെച്ച് ഞാൻ കുറച്ച് ഉലുവയും കൂടി ഇടുന്നുണ്ട് ഇതിൽ. ഉലുവ പൊടിയും ഇട്ടാൽ നല്ലതാണ്. കുറച്ച് ഉലുവ ആദ്യം ഇട്ട് കൊടുത്തിട്ടോ. ഉലുവ പൊടി ഉണ്ടെങ്കിൽ ഇട്ടാലും മതിയായിരുന്നു. ഇപ്പം ഞാൻ കുറച്ച് ഉലുവ ഇട്ട് കടുകിട്ട് ഇത് ഉണക്ക മുളകാണ്. അതുകൂടെ എന്ത് ചെയ്യാം, ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇല്ല, നല്ല ഫ്രഷായ കരിവേപ്പില ഉണ്ടായിരുന്നു. പിന്നെ ഉണങ്ങിയതാണ്. നല്ലോണം ഒന്ന് ശകലം മുളക് പൊടിയും കൂടി ഇടുക. കാരണം ഇതിന് മധുരം ഇതൊക്കെ ആയതുകൊണ്ടേ എരിവ് കുറവാണ് പച്ചമുളകിന്. അപ്പോൾ ഇത്തിരി മുളക് പൊടി ശകലം കേട്ടോ, എരിവിന് വേണ്ടിയിട്ട് ഇട്ടതാണ്. ശകലം മുളക് പൊടികൾ ഇട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞ പരിപാടി. ഇതതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ മാമ്പഴ പുളിശ്ശേരി റെഡി. വയനാട്ടുകാർക്ക് എൻ്റെ സ്പെഷ്യൽ ഡിഷാണ്. കാരണം നിങ്ങളുടെ അവിടെ ഒന്നും ഉണ്ടാക്കാറില്ല. ഇവിടെയൊക്കെ എല്ലാവരും ഇറച്ചി മീനിൻ്റെ ഒക്കെ ആളുകളല്ലേ അധികം. വയനാട്ടിലെ ക്രിസ്ത്യൻ ആളുകളൊക്കെ, ഹിന്ദുക്കളൊക്കെ ഉണ്ടാക്കുമായിരിക്കും. ഇതാണ് മാമ്പഴ പുളിശ്ശേരി. ഇനി ഇതവിടെ ഇരുന്ന് എന്ത് ചെയ്യും, അടിപൊളിയാകാം. ഇത് തണുത്തിട്ടാകുമ്പോഴാണ് നല്ല ടേസ്റ്റ്. അല്ല വേണം. എന്തായാലും ഇത്തിരി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പം ഇതാണ് മാമ്പഴ പുളിശ്ശേരി. ഇത് ഞാനിത് അടച്ച് വയ്ക്കാം. അടയ്ക്കുന്ന പറഞ്ഞാൽ അങ്ങനെ മൊത്തം അടയ്ക്കത്തില്ല. ഇതിൽ ആവി പോകുമ്പോൾ വേണ്ടിയിട്ട് കുറച്ച് തുറന്ന് ഇങ്ങനെ വയ്ക്കും. ആവി പോകണമെന്ന് അപ്പം ഇങ്ങനെ വെച്ച്. ഇത് ധാരാളം വളരെ സമാധാനം ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക്.